ഞങ്ങൾ ഫുള്ള് ഇങ്ങനെ ഒരു ബാക്ക് പാക്കേഴ്സായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. അങ്ങോട്ട് പോകുമ്പോൾ തണുപ്പായിരിക്കും, കൂൾ ക്ലൈമറ്റ് ആയിരിക്കും. അങ്ങോട്ട് വണ്ടിയൊന്നുമില്ല, ഈ റിക്ഷയൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ക്യൂ നിൽക്കണം, വരുന്ന അനുസരിച്ച് കയറി പോകാൻ പറ്റത്തുള്ളൂ. അതൊരു പോസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ നടക്കണം. ഇവരുടെ ഒരു ഗ്രാമമില്ല, ഇവർ താമസിക്കുന്നതിൻ്റെ നടുക്കാണ് റൂം കിട്ടിയത്. ഹലോ ഗേസ്, അപ്പോൾ ഞങ്ങളൊരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ദാദർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞങ്ങളുടെ മത്തേരയിലോട്ട് പോകുന്നത്. ഒരു അടിപൊളി സ്ഥലമാണ് ഗേസ്. ഇപ്പോൾ ട്രെയിൻ വരും, ഇവിടുത്തെ ലോക്കൽ ട്രെയിനെ പിടിച്ചാണ് ഞങ്ങളുടെ പോകുന്നത്. യൂഷ്വൽ നല്ല തിരക്കാണ് ഗേസ്. ഇത് കണ്ടോ, ആൾക്കാർ ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട് ഗേസ്. ഞാൻ ഉപ്പുമാവും ക്യാരറ്റും കഴിക്കുകയാണ്. രാവിലെ അമ്മ എല്ലാം റെഡിയാക്കി തന്നാ വിട്ടേ. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വന്നിരുന്ന സീനിയർ സിറ്റിസൺസ് ഇല്ലായിരുന്നു ഗേസ്. ഞങ്ങൾ ഇറങ്ങാനുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ എത്താറായി. ഈ 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇത് പെട്ടെന്ന് ഇറങ്ങണം, ഈ ട്രെയിൻ പെട്ടെന്ന് എടുത്തു. ഫുള്ള് ഇങ്ങനെ ഒരു ബാക്ക് പാക്കേഴ്സായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ഫുള്ളും ലിഫ്റ്റ് അടിച്ച് പോകാനൊക്കെ പ്ലാനുണ്ട്. ബാക്ക് പാക്കേഴ്സ് എന്ന് പറയാൻ പോലും പറ്റൂല, കാരണം നമ്മൾ കുറേ ലഗേജ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ജോമൻ കറക്റ്റ് ലഗേജാണ്, കറക്റ്റ് ബാക്ക് പാക്കേഴ്സിൻ്റെ ലഗേജാണ്. പക്ഷെ എനിക്കങ്ങനെയല്ല. എന്നിട്ട് എൻ്റെ ബാഗ് അവളെ തൂക്കുന്നു, അവളുടെ ബാഗ് ഞാൻ തൂക്കുന്നു, അവളുടെ ഉള്ള വെയിറ്റ് എല്ലാം ഞാൻ തൂക്കുന്നു. ഇപ്പോൾ മത്തേരൻ വരാനായിട്ട് നമുക്ക് ഇറങ്ങാനുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിരയിലാണ്. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇനി ഷെയർ ടാക്സി പിടിച്ച് നോക്കിലോട്ട് പോകണം. ഇവിടെ വന്നപ്പോൾ മത്തേരനിൽ റൂം സർവീസൊക്കെ ചെയ്യുന്ന ഒരാളെ മീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ അയാളുടെ ഓഫീസിലേക്കാണ് വന്നത്. ഞങ്ങളവിടെ റൂം ക്യാൻവാസ് ചെയ്തു കേസ്. അപ്പോൾ ഞങ്ങളന്ന് ടെൻറ്റിൽ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ അവിടെ പോയിട്ട് ടെൻറ്റ് സ്റ്റേ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ടെൻറ്റ് സ്റ്റേ ചെയ്യും, അല്ലെങ്കിൽ അവിടെ പോയി റൂം എടുക്കാനാണ് പരിപാടി. അയാൾ നല്ല ബാർഗെയിൻ ചെയ്തു. അയാൾ പറഞ്ഞു ആദ്യം 800 രൂപ പറഞ്ഞ റൂമും പിന്നെ 500 രൂപയായി. അപ്പോൾ എനിക്കൊന്ന് മേളിനേക്കാളൊക്കെ കിട്ടും. ഇതേ പുള്ളിയാണ്. അത് എത്രയാ? 800 ആയിരുന്നു, പിന്നെ 700 പറഞ്ഞു, പിന്നെ 600 പറഞ്ഞു, പിന്നെ 500 പറഞ്ഞു, പിന്നെ 1000-ൻ്റെ റൂം പറഞ്ഞു. അത് ലാസ്റ്റ് 600 തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന് എടുക്കാനുള്ളൊരു പ്ലാനാണ്. ഞാനിലൊന്ന് മത്തേരയിലോട്ട് പോകാൻ ടാക്സി പിടിക്കണം. ഇവിടെ ടാക്സിക്ക് 100 രൂപയാണ്, കൊച്ചുകുട്ടിയാണെങ്കിൽ 50 രൂപയാണ്. ഞങ്ങൾക്കപ്പം ബാക്കിലാണ് കയറാൻ പറ്റിയത്, കാരണം ആളുണ്ട്, ലഗേജുണ്ട്. നല്ല ചൂടായിരിക്കും, ഇവിടെ ഗ്ലാസ് തുറക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ നിന്ന് കാറ്റ് വന്ന് തുടങ്ങുമ്പം കുഴപ്പമില്ല, അങ്ങോട്ട് പോകുമ്പോൾ തണുപ്പായിരിക്കും, കൂൾ ക്ലൈമറ്റ് ആയിരിക്കും. നമ്മുടെ നാട്ടിലെ പൊന്മുടിയൊക്കെ പോലെ ആയിരിക്കും. ആണോ? പക്ഷെ ഞാൻ പോകുന്നിടത്തെല്ലാം വെയിലായിരിക്കും. ദുരന്തമാണോ നീ? അപ്പം അങ്ങനെ വണ്ടി എടുത്തു, ഞങ്ങൾ നേരെ മത്തേരനിലേക്ക്. കേട്ടോ, ഞങ്ങൾ അതിൽ വരണമെന്ന് വിചാരിച്ചത്, പക്ഷേ പെട്ടെന്ന് പ്ലാൻ മാറി ഇതിലോട്ട് വന്നു. ടോയ് ട്രെയിനിൽ കയറി വരാൻ നല്ല രസമായിരിക്കും. ഫുള്ള് മലേൻ്റെ ഇടയ്ക്കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മേളിലോട്ട് കയറാനായിട്ട് ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇനി 2 കിലോമീറ്റർ നടക്കാറുണ്ട്. അങ്ങോട്ട് വണ്ടിയൊന്നുമില്ല, ഈ റിക്ഷയൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. മേളിലോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്ന്. ഒരു പിടുത്തമില്ല ഇവിടത്തെ പറ്റി. ഇതാണ് ഇവിടെ നമ്മൾ പാസ് എടുക്കേണ്ട, ഒരാൾക്ക് 50 രൂപ. അപ്പോൾ നമുക്കിവിടെ ഈ റിക്ഷയുണ്ട്, അല്ലാതെ നമുക്ക് അങ്ങോട്ട് വണ്ടി അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് ഈ റിക്ഷ പിടിച്ച് പോകാം. അപ്പോൾ വേറെ 5 റിക്ഷയേ ഉള്ളൂ ഇവിടെ. അപ്പം നമ്മൾ ക്യൂ നിൽക്കണം, വരുന്ന അനുസരിച്ച് കയറി പോകാൻ പറ്റത്തുള്ളൂ. അതൊരു പോസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ നടക്കണം. അങ്ങനെ ഒരു നീണ്ട ക്യൂവിന് ശേഷം ഞങ്ങളിത് ഓട്ടോയ്ക്ക് കയറിയിട്ടുണ്ട്.
ഒരുപാട് ഉള്ളിലോട്ടാ റൂം തന്നെ, ഹോം സ്റ്റേ പോലെയൊക്കെയാ ഇവിടെ. ഇത് കറക്റ്റ് ഹോം സ്റ്റേ ആണ് കേട്ടോ, അവരുടെ വീടിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്ന റൂമാണ്. അത്യാവശ്യം കൊള്ളാം, വൃത്തിയൊക്കെ ഉണ്ട്. പീസ് കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ്. ഞങ്ങളിത് റൂം എടുത്തിട്ടുണ്ട്. ഇവരുടെ ഒരു ഗ്രാമമില്ല, ഇവർ താമസിക്കുന്നതിൻ്റെ നടുക്കാണ് റൂം കിട്ടിയത്. ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇങ്ങനെ നമ്മൾ അവരുടെ പൾസ് അറിയാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ. അവരുടെ കൂടെ അവരുടെ ഇടയ്ക്ക് പോയി താമസിക്കുക. അവർ താമസിക്കുന്ന റൂമിൻ്റെ മേളിൽ ഹോം സ്റ്റേ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നല്ല വൃത്തികാര്യമൊക്കെ ഉണ്ട്. നല്ല റൂമാണ്. പ്ലസന്റ് പ്ലേസ്. കോടയൊക്കെ ഇറങ്ങി കിടക്കുകയാണ് കേട്ടോ ഇപ്പോൾ. ഇനി ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെന്ന് നോക്കണം ഗീസ്. ഞങ്ങൾ റൂം എടുക്കാൻ പ്ലാനിട്ടല്ല വന്നത്. ഇവിടെ വന്നപ്പോൾ പിന്നെ റൂം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ.